വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. സോ ദിസ് വിൽ ബി എ ഷോർട്ട് വീഡിയോ ബിക്കോസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇയറിങ്സ് കളക്ഷനാണ്. എൻ്റെ കയ്യിൽ അത്ര കമ്മലുകളൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെറിയ വീഡിയോ ആയിട്ട് ഒതുക്കുന്നത്. ഉള്ള കളക്ഷൻസ് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നോട് ആരോ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറൊരു കണ്ടൻറ്റും കൂടി ആരോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും ചെയ്യാം. ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ ചെയ്യാൻ എൻ്റെ കയ്യിൽ അത്രമാത്രം ലിപ്സ്റ്റിക്സ് ഒന്നും ഇല്ല. അത് കൂടി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 1-2 മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞപ്പോൾ കളഞ്ഞു. അത് കൂടി 2 ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 2-3 ഉണ്ടാവും. അത് മാത്രമായിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് അത്യാവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇയറിങ്സ് കളക്ഷൻസിൻ്റെ വീഡിയോ ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അടുത്തായിട്ട് മേടിച്ച കമ്മലുകളൊന്നുമല്ല, കുറേ കാലങ്ങളായിട്ട്. അതായത് എൻ്റെ അമ്മ യൂസ് ചെയ്തിരുന്ന കമ്മലുകൾ വേറെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഇപ്പോൾ ഞാനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റീൽസ് എടുക്കാനും അങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൂടുതൽ കമ്മലൊക്കെ ഇടുക. അതായത് കുറച്ച് ഹെവി ആയിട്ടുള്ളതാണെങ്കിലും അല്ലാത്തതൊക്കെ ഞാനിങ്ങനെ മാറ്റിയിടുക. അല്ലെങ്കിൽ ഞാനിത് ഈ കാണുന്ന റിങ് മാത്രമാണ് ഇടുക. കാരണം ക്ലാസ്സിൽ പോകുമ്പോൾ ഇത് ഇടാറുള്ളത്, മാറ്റി ഇടാറൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് കമ്മലുകൾ ഇപ്പം ഞാനൊരു ഓർഗനൈസർ മേടിച്ചിട്ടുണ്ട് കമ്മലൊക്കെ ഇട്ടാക്കാൻ പറ്റിയത്. മറ്റേതല്ല ബോക്സിൽ ആകെ കൂടി മെസ്സിയായിട്ട് കിടന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സിൽവറും ഗോൾഡും ഒക്കെ കൂടി ഒരു ബോക്സിൽ നമ്മളെവിടെയും പോകുമ്പോൾ കമ്മലെടുക്കുമ്പോൾ അതൊക്കെ കൂടി എന്താ പറയുക വീണ്ടും തിരിച്ച് മിക്സ് ചെയ്തിടും. അപ്പോൾ ഞാനൊരു ഓർഗനൈസർ മേടിച്ചു കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൽ തൽക്കാലം എൻ്റെ കയ്യിലുള്ള എല്ലാ കമ്മലും ഇതിൽ ഒതുക്കി ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാം. പിന്നെ അമ്മ യൂസ് ചെയ്തിരുന്ന കമ്മലുകളാണ് കൂടുതലും ഉണ്ടാവുക. ഞാനിപ്പോൾ അടുത്തായിരിക്കും ഒരു വിരലിലുണ്ടാകുന്നൊരു കമ്മലുകൾ മാത്രമായിരിക്കും ഞാൻ ഇപ്പോൾ അടുത്ത് മേടിച്ചിട്ടുണ്ടാവുക. അല്ലാത്തതൊക്കെ അമ്മ യൂസ് ചെയ്തിരുന്ന കമ്മലുകളും പിന്നെ മുന്നേ മേടിച്ച കമ്മലുകളൊക്കെയാണ്. എന്തായാലും എല്ലാം കൂടി നമുക്ക് കാണാം. അപ്പോൾ കൂടുതലും പറഞ്ഞ് ഞാൻ ഇൻട്രോ വൃത്തികേടാക്കും. അയ്യോ കറണ്ട് പോയി. ഗൈസ്, ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോവുകയും ചെയ്തു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു സൗണ്ട് ഉണ്ടാകും, പരപര സൗണ്ട്. അത് ഫാനിൻ്റെ സൗണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞ് ലാസ്റ്റ് ആയപ്പോൾ കറണ്ട് പോയി, സാരമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. ഞാൻ വൃത്തിക്കൊക്കെ ഒരു ഇൻട്രോ എടുത്ത് വന്നതായിരിക്കും. ഞാൻ ഈ റീടേക്ക് എടുക്കാനും വയ്യ. ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോയിട്ട് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ എൻ്റെ മുഖത്തുണ്ട്. ക്യാമറയിൽ കാണില്ല, കാരണം ലൈറ്റ് കിട്ടിട്ടാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അത്യാവശ്യം നന്നായി കരിവാളിച്ചിട്ടുണ്ട്. മുഖമൊന്നും ഞാൻ കഴുകിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഓർഗനൈസർ. ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഓർഗനൈസർ. ഇതിലിപ്പോൾ ഉള്ളത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്ന കമ്മലുകൾ. ഇതിലും കൂടുതൽ കമ്മലുകളൊന്നും എനിക്കില്ല. എല്ലാ കമ്മലും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആക്കുമ്പോൾ ആവശ്യമില്ലാത്ത കമ്മലുകൾ ഞാൻ എന്താ പറയുക കളയും ചെയ്തു. യൂസ് ചെയ്യാത്തത് പിന്നെ എടുത്ത് വെച്ച് വെറുതെ അത് എന്നുവെച്ചാൽ തീരെ യൂസ് ചെയ്യുന്നില്ല, കുറേ ആയി. അപ്പോൾ ഞാനത് എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന കമ്മലുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ റീൽസിലാണ് കൂടുതൽ കമ്മലുകൾ ഇടാറുള്ളത്, വലിയ വലിയ കമ്മലുകൾ. അപ്പോൾ നമുക്ക് ഇതൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് മേടിച്ചതെന്നുള്ളത് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. എവിടുന്ന് മേടിച്ചു എന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓർഡറിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് പോവാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് ഞാൻ കഴിഞ്ഞാൽ അത് എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ ഞാൻ മറക്കും. ഇതിലിപ്പോൾ ഞാൻ ഏതെടുത്തത് എന്നുള്ളത് മറന്നു പോകും. കമ്മലല്ലാത്തൊരു ഐറ്റം കൂടി ഇതിലുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന കമ്മൽ ഞാനിപ്പോൾ ഞാൻ അടുത്ത് മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ കുന്നംകുളത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കമ്മൽ എന്ന് പറയുന്നത്. സോ വേണം, നല്ല ഭംഗിയുള്ള കമ്മലാണ്. ഇതിൻ്റെ ഇവിടെ ഒരു പീക്കോക്കിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ സ്റ്റോണ്, പിന്നെ അതിനടിയിൽ പേഴ്സ്, അതിൻ്റെ അടിയിൽ കുഞ്ഞ് വൈറ്റ് പേഴ്സ്. ഇത് ഞാനിപ്പോൾ ഓണത്തിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഓണം ബേസ് ചെയ്തിട്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഓണത്തിനോട് സംബന്ധിച്ച് ഞാനൊരു ജസ്റ്റ് ഒരു ഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സാരിക്ക് വേണ്ടി മേടിച്ച എന്താ പറയുക കമ്മലാണിത്. അതിൻ്റെ ബ്ലൗസിലത്തെ കളർ എന്ന് പറയുന്നത് ഇതാണ്. നല്ല പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. കാരണം സാരി വൈറ്റ് കളറും അതുപോലെ എന്താ പറയുക ഈ കളറിൽ വരുന്ന ബ്ലൗസായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കമ്മൽ. നല്ല കമ്മലാട്ടോ. ഇതിന് 500ൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. 400 to 500ൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല റേറ്റുള്ള കമ്മലാണ് ഗൈസ്. അപ്പോൾ ഞാൻ സൂക്ഷിച്ചെടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ കാലത്തിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടാകും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് കമ്മൽ. അത്യാവശ്യം വലിപ്പം. എനിക്ക് വലിയ കമ്മലുകൾ ഇഷ്ടമാണ്. ഈ സാരിക്കും അതുപോലെ അങ്ങനത്തെ ഡ്രസ്സുകൾക്കൊക്കെ വെയർ ചെയ്യാനായിട്ട് എനിക്ക് വലിയ വലിയ കമ്മലുകളാണ് ഇഷ്ടം. എടുത്ത് കാണിക്കുക അതായിരിക്കും കൂടുതൽ മുടി അഴിച്ചിടുക ചെയ്യുക. അപ്പോൾ എടുത്ത് കാണിക്കുക വലിയ കമ്മലുകളാണ്. പിന്നെ വീഡിയോസിലാണെങ്കിലും ഞാൻ വലിയ കമ്മലിനെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കമ്മൽ. ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ വീട് ചെറുതായിരിക്കുന്നത്, പക്ഷേ ഞാൻ വായ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ കുറച്ച് പാടാം. ഈ ഓർഗനൈസർ ഞാൻ മേടിച്ചത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇതിലിങ്ങനെ കുറേ എന്താ പറയുക പാർട്സ് ആയിട്ട് നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഇതാ കണ്ടില്ലേ, ഇത് കുറേ ഉണ്ട്. ഞാൻ വലിയ വലിയ കമ്പനികളനുസരിച്ച് അത് മാറ്റി വെച്ചതാണ്. ബാക്കി റിമൈൻസ് വന്നത് ഞാനിതിൽ തന്നെ എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെച്ചു.
അപ്പോൾ ഇതിൽ കണ്ടില്ലേ വലിയ കമ്മലുകളുടെ ഭാഗത്ത് ഞാൻ അതിങ്ങനെ സെക്ഷൻ തിരിക്കാണ്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കമ്മൽ എന്ന് പറയുന്നത് സിൽവർ, ഒരു 3-4 സിൽവർ കമ്മൽ ഞാൻ ഒരു എന്താ പറയുക റോലൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടുന്ന മേടിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഞാനിത് ഏതോ ഏകാദശിക്ക് ഗുരുവായൂരിൽ മേടിച്ചതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കണ്ടോ, സിൽവർ ബ്ലാക്ക് മെറ്റൽ വരുന്ന വീഡിയോയിൽ എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ കമ്മൽ. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്, അടിയിൽ കുറേ പേഴ്സ് അല്ല, അടിയിൽ കുറേ മുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 9th 10th പഠിക്കുന്ന സമയത്ത് മേടിച്ചത് തോന്നുന്നുണ്ട്. അത്യാവശ്യമായി, പക്ഷേ ഇതിനൊരു കേടുപാടും പറ്റിയിട്ടില്ല. ഇതിൻ്റെ മിററൊന്നും പോയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക എത്നിക്കായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്താ പറയുക കുർത്തീസൊക്കെ ഇടുമ്പോൾ വെയർ ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ഒരു സിൽവർ കളർ ഹാങ്ങിങ്സ് ആണ്. ചില അത്ര സിൽവർ അല്ല, എന്നാൽ അത്ര ബ്ലാക്ക് മെറ്റൽ അല്ല, അതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഇനി അടുത്തത് അതിൽ തന്നെ ഞാൻ പറയില്ല 3-4 കമ്മൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് അടുത്ത കമ്മൽ. ഇതിങ്ങനെ ഫ്രോക്കിൻ്റെയും അതല്ലാണ്ട് നമുക്കിപ്പോൾ വെയർ ചെയ്യാൻ പറ്റും, ഏറ്റവും കൂടെ വെയർ ചെയ്യാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ഇങ്ങനെയൊന്നും ഇങ്ങനത്തെ ഹാങ്ങിങ്സ് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ എനിക്കിഷ്ടമാണിത്, നല്ല കമ്മലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ ബർത്ത്ഡേക്ക്. ഇതിലൊരു സ്റ്റാർ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് കളർ കല്ല്, പിന്നെ ഇങ്ങനെ ആകെപ്പൊടി കെട്ട് വിരിഞ്ഞ പോലത്തെ ഒരു സാധനം, വെറൈറ്റി സാധനം. ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഇടാറില്ല. അപ്പം അടുത്ത് ഞാൻ കോളേജിലൊരു പരിപാടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫ്രോക്കിൻ്റെ കൂടെ. അപ്പോൾ അതാണ് നെക്സ്റ്റ്. പിന്നത്തെ ഇത് ഞാൻ എപ്പോഴാണ് മേടിച്ചത്? ഇത് ഞാൻ 10th പഠിക്കുന്ന സമയത്ത് മേടിച്ച ഒരു കമ്മലാണ് കേട്ടോ, ഈ ഒരു ഐറ്റം. ഇത് എവിടുന്ന് മേടിച്ചതെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചു മോഡൽ പോയത്. ഇതിന് ബട്ടൺ ഉണ്ട്, ഇതിന് ബട്ടൺ ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ കമ്മലുകൾക്ക് ബട്ടൺസ് ഒന്നും അങ്ങനെയൊന്നും കാണില്ല. വേറെ വല്ല കമ്മലിൻ്റെയൊക്കെ എടുത്തിടണം. ഇതുകൊണ്ട് ഒരു കുപ്പിയുടെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു കമ്മലാണ്, കണ്ടില്ല? ഇവിടെ ഒരു വൈറ്റ് കളർ കല്ല് വരുന്നുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സാധനം. സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് ഗൈസ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ്. അടുത്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 8th പഠിക്കുന്ന സമയത്ത് മേടിച്ച കമ്മലാണ്. ഞാനത് കളഞ്ഞിട്ടില്ല. 8th എന്താ പറയുക ബർത്ത്ഡേക്ക് ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ആ ഉടുപ്പിനിടാൻ വേണ്ടിയിട്ട് ഒരു ഡെങ്കിരീസ് ആയിരുന്നു. ഡെങ്കിരീസ് ബ്ലൂ കളറിൽ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഒരു സംഭവമാണ്. വൈറ്റ് പേൾസും ബ്ലൂ കളറിൽ ഇങ്ങനെ ഒരു സ്റ്റോൺ, ഇങ്ങനെ ഇതൊരു വള്ളിയാണ് കണ്ടോ, ഭയങ്കര സിമ്പിളാണ്. ഇതിങ്ങനെ വളയും കണ്ടോ, അത്ര ഇതും കൂടി ഇല്ലാത്ത ഒരു വയർ പോലത്തെ ഒരു ഐറ്റത്തിൽ ഇങ്ങനെ വന്നിട്ട് ഉള്ള ഒരു സംഭവം. നല്ല സിമ്പിൾ സാധനമാണ്. ഇതും അങ്ങനെ ഇങ്ങനെ ഇടാറില്ല കേട്ടോ. ഞാൻ ഇടാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്ര കാര്യം ഇരിക്കുന്നുണ്ടാവുക. ഇടുന്നതാണെങ്കിൽ ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് നശിപ്പിക്കുമല്ലോ. അപ്പോൾ ഈ റോയിൽ ഒരു 4 കമ്മലോളം ഞാൻ കാണിച്ചു. പിന്നെ നമ്മൾ അടുത്ത റോ, അതും ഞാനിപ്പോൾ അടുത്ത് മേടിച്ചതാണ്. മറ്റേ നമ്മുടെ കമ്മലിൻ്റെ കൂടെ നമ്മൾ ആദ്യം കാണിച്ചില്ല, വലിയ ഹെവി ആയിട്ടുള്ള ഒരു ഇയറിങ്ങിൻ്റെ കൂടെ ഞാൻ പോയിട്ട് മേടിച്ചതാണ്. ഇതിനൊരു 200ൻ്റെ അടുത്ത് വന്നു. 200ൻ്റെ അടുത്ത് വന്നു ഈ ഒരു കമ്മൽ. നല്ല രസമുണ്ട്. ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഒരു റോസ് ഗോൾഡാണ് ഇതിൻ്റെ ഹാങ്ങിങ്സിൻ്റെ ഒക്കെ ഇടയിൽ വന്നിട്ടുള്ളത്. റോസ് ഗോൾഡാണ് കണ്ടോ, റോസ് ഗോൾഡാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു സ്റ്റോൺ ഉണ്ട്, അടിയിൽ പേളുണ്ട്, മേലെയും ഒരു സ്റ്റോൺ ഉണ്ട്. നല്ല രസമുണ്ട്. ഞാനൊരു സാരിക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച ഒരു കമ്മലാണ്. ഇതെനിക്ക് ഇഷ്ടമുള്ള കമ്മലാട്ടോ. നല്ല സിമ്പിളാണ്. എനിക്ക് നല്ല ഓവറായിട്ടുള്ള കമ്മലും ഇഷ്ടമാണ്, സിമ്പിളായിട്ടുള്ള കമ്മലും ഇഷ്ടമാണ്. പിന്നെ നമ്മളിടുന്ന ഔട്ട്ഫിറ്റിനനുസരിച്ച് വേണം നമ്മൾ ഇയറിങ്സ് ആണെങ്കിലും എന്ത് ഓർണമെൻറ്റ്സ് ആണെങ്കിലും വെയറിങ്സ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റിനനുസരിച്ചിട്ടുള്ളതാവുക. അധികം ഓവറാവാനും പാടില്ല, എന്നാൽ വൃത്തി ഉണ്ടാവണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എനിക്ക്. അപ്പോൾ അടുത്തത് നമ്മുടെ ഈ കമ്മൽ ഞാൻ ഏകാദശിക്ക് മേടിച്ചാണ് കേട്ടോ. നമ്മുടെ ഏകാദശിക്ക് ഗുരുവായൂർ ഒരുപാട് ഹിന്ദിക്കാർ വന്നിട്ട് കുറേ ഐറ്റംസ് വിൽക്കുമല്ലോ. അമ്പലത്തിൻ്റെ അവിടെയൊക്കെ സീസൺ ആകുമ്പോൾ കുറേ ഹിന്ദിക്കാർ വരും. അവരിങ്ങനെ ജുംകാസ്, അവരുടെ അവിടുത്തെ കളക്ഷൻസ് നമുക്ക് അറിയാമല്ലോ. ഹിന്ദി നാട്ടിൽ, അതായത് ഡൽഹി, അതുപോലെ അവിടെ ഇവിടെയൊക്കെ ബാംഗ്ലൂരൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല ജുംകാസും നല്ല അടിപൊളി എന്താ പറയുക എത്നിക്കായിട്ടുള്ള സാധനങ്ങൾ കിട്ടും നമുക്ക്. അത് ഇവരാണെങ്കിലും വരുമ്പോൾ ഒരു സ്റ്റാൻഡിൽ ഒരുപാട് കമ്മലായിട്ട് ഇങ്ങനെ വരും. എനിക്ക് മേടിക്കാൻ തോന്നാറുണ്ട്. കുറേ ഞാൻ മേടിക്കാറില്ല. ഞാൻ എത്രാം ക്ലാസ്സിലാണ്, ഞാൻ 9th പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് കോവിഡ് വരണേക്കാട്ടി തൊട്ട് മുമ്പുള്ള ഏകാദശിയുടെ സമയത്ത് മേടിച്ച ഇയറിങ്സ് ആണിത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുർത്തീസൊക്കെ ഇടുമ്പോൾ ഇടാറുണ്ട്, പിന്നെ റീൽസിലൊക്കെ ഞാൻ ഇടാറുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇത് നമ്മൾ 9th മേടിച്ച കമ്മലാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ജുംക്കയാണ്. പക്ഷെ ഞാൻ എങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് കമ്മൽ മാറ്റാൻ ഭയങ്കര മടിയാണ്. അതുപോലെ നല്ല വലിയ എന്തെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസപ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കമ്മൽ വേണമെന്ന് വെച്ച് മാറ്റാറുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇട്ടിട്ട് തന്നെ ഞാൻ ചിലപ്പോൾ മറക്കും. ഒരു ദിവസം ഞാൻ ഈ കമ്മൽ ഊരിയിട്ട് 2 കമ്മൽ ഊരിയിട്ട് ഇതിലേതോ ഒരു കമ്മൽ മേടിച്ചപ്പോൾ അത് എടുത്തിട്ടാണ് ഞാൻ പോയത്. അല്ല, അത് എടുത്തിട്ടില്ല, സോറി. ഞാൻ ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണാടി മുന്നിൽ ഇട്ട് നോക്കിയിട്ട് പിന്നെ ഈ കമ്മൽ ഊരിണ്ടായിരുന്നുള്ളൂ, ഒരു കമ്മൽ മാത്രമേ ഊരിണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കമ്മൽ ഇട്ടിട്ടാണ് ഞാൻ പോയത്. കമ്മലിൻ്റെ കാര്യം ശ്രദ്ധിക്കാറില്ല അങ്ങനെ. ഇപ്പോൾ ഇത് ഇടാണ്ട് കൂടി ഞാൻ പുറത്തേക്ക് പോകാറുണ്ട് ചില സമയത്ത്. ഇടാൻ മറന്നുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമില്ല. പക്ഷെ നമ്മൾ വേറെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ 2 കമ്മൽ മേടിച്ചത്. ഷൂട്ടിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇത് എൻ്റെ കമ്മലല്ല, ഇത് അമ്മയുടെ കമ്മലാണ്.
ഇത് അമ്മ ഏതോ ഒരു സെറ്റും ഉണ്ട്, എനിക്ക് തോന്നുന്നു നമ്മുടെ സിൽവർ സെറ്റും ഉണ്ട്, ബ്ലാക്കും സിൽവറും കൂടിയിട്ടുള്ള ഒരു കോംബോ ഹിറ്റായ സമയത്ത് ട്രെൻഡിങ്ങിൽ വന്ന സമയത്ത് എൻ്റെ അമ്മ അങ്ങനെ ഒരു സെറ്റും കൊണ്ട് മേടിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ച ഒരു കമ്മലാണ്. ഇവിടെ ബ്ലാക്ക് പേൾസ് വരുന്നുണ്ട്, കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ള ഒരു സിൽവർ മെറ്റാലിക് ആയിട്ടുള്ള ഒരു സാധനം. ഇത് സിൽവറിൻ്റെ കളറൊക്കെ പോയി മഞ്ഞപ്പൊടി പറഞ്ഞ പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇട്ടായി ഞാൻ വൃത്തികേടൊന്നുമില്ല കേട്ടോ, ഞാനങ്ങനെ ഇടാറില്ല. എനിക്ക് വേദന എടുക്കും, എൻ്റെ ചെവിയുടെ തട്ട് കുറവാണ്, കുഞ്ഞ തട്ട എനിക്ക്. അപ്പോൾ എനിക്ക് ചിലത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്തും ഒരു വേദന എടുക്കുന്ന ഒരു സാധനം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് അധികം അങ്ങോട്ട് ഇടാറില്ല. ഇതിങ്ങനെ എപ്പോഴും സൂക്ഷിച്ച് വെക്കും. ഞാൻ കളയണമെന്ന് വിചാരിച്ചു, ഈ പെയർ കിട്ടാണ്ട് പിന്നെ കളയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് ഇന്നലെ എനിക്ക് കിട്ടിയതാണ് രണ്ടും ഒരുമിച്ച്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചു. അതാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത റോൾ ഉണ്ടായിരുന്ന രണ്ട് കമ്പനികൾ, രണ്ട് സിൽവർ ആയതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ച് വെച്ചു. സ്ഥലം ഇല്ല ഇടാൻ, അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇതുപോലെ കമ്പനി ഇനി മേടിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഓർഗനൈസർ കൂടി മേടിക്കാൻ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇത് കമ്മലല്ല, ഇത് കമ്മൽ, ഇത് ഇതിൻ്റെ പണി ഏകദേശം ഇത് പൊടിഞ്ഞു. അത് കമ്മലല്ല കേട്ടോ, ഇത് നമ്മൾ മുടിയിൽ ഇങ്ങനെ വെക്കില്ലേ ഡാൻസിൻ്റെ സമയത്ത് എപ്പോഴും മേടിച്ച ഒരു ഐറ്റം തോന്നുന്നുണ്ട് എൻ്റെ കയ്യിലുള്ളതാണ്. എനിക്ക് ഓർമ്മയില്ല എക്സാക്ട്ലി, ഐ ഡോണ്ട് റിമെമ്പർ എന്തിനെ മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. കണ്ടോ, ഇതാണ് സാധനം. ഈ ക്ലാരിറ്റി കുറവായ കാരണം ഇത് എടുത്ത് കാണില്ല, ഭയങ്കര ഗോൾഡാണ്. അതുപോലെ ഇതിൽ റെഡും ഗ്രീനും കോംബോ ആണ് വരുന്നത്. കണ്ടോ, ഇപ്പോൾ സെറ്റായി, എന്നാലും ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതെന്താ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇത് നമ്മൾ മുടി പിന്നീടില്ലേ, വാറൊക്കെ വെച്ചിട്ട് പിന്നിട്ടിട്ട് കണ്ടിട്ടില്ലേ, കൂടുതലും എന്താ പറയുക തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതൽ ആ ഒരു ധാവണിയൊക്കെ കൊടുത്ത് മുടി ബാക്കിൽ പിന്നിട്ടിട്ട് ഇങ്ങനെ സെക്ഷനായിട്ട് ഓരോ പിന്നലിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കില്ലേ, ആ ഐറ്റം ആണ് കേട്ടോ അത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ വടയൊക്കെ വെച്ചിട്ട് വട്ടക്കെട്ട് കിട്ടുമ്പോൾ നടുക്കിലൊക്കെ വെച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ്. അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. ഇതാണ് ഐറ്റം. അടിയിൽ റെഡും ഗ്രീനൊക്കെ കൂടിയിട്ടുള്ള പേൾസും ഹാങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് അടുത്ത സാധനം. ഇതിലിപ്പോൾ ഒരെണ്ണം പോയി, 3 ഉണ്ടായിരുന്നു, ഒരെണ്ണം ഇങ്ങനെ കണ്ടോ. ഞാൻ യൂസ് ചെയ്യാറുമില്ല, അന്ന് അതിലെടുത്ത് വെക്കുകയും ചെയ്യുന്ന പറഞ്ഞ പോലത്തെ സ്വഭാവമാണ്. അപ്പോൾ അതിൻ്റെ പണിയായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് കാണിച്ചത്. ഇനി അതിൽ തന്നെ ആ ഒരു റോയിൽ തന്നെ 2 കമ്പനിയുണ്ട്. ഞാൻ ഇവിടെ വെച്ചതെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് പോകും, അതുകൊണ്ടാണ് നമ്മൾ കയറ്റി വെച്ചത്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ഒരു ബോധിക്ക് വെറുതെ മേടിച്ചാൽ, പക്ഷേ ഇടാറില്ല എന്ന് മാത്രം. അതുകൊണ്ടോ ഇതൊരു വെറൈറ്റി തരാം. അടിയിലൊരു ബോൾസ് ഇങ്ങനെ അതൊരു തുണിയിൽ ഇങ്ങനെ എന്തോ പൊതിഞ്ഞിട്ട്, എന്തോ ഒരു സാധനം ഉള്ളിൽ വെച്ചിട്ട് പൊതിഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്. മേലെ ഗോൾഡൻ്റെ ഒരു വട്ടത്തിലൊരു വർക്ക് വരുന്നുണ്ട്, സ്റ്റഡ് ഇങ്ങനെ വരുന്നതാണ്. രസമുണ്ടല്ലേ, ഇത് രസമുണ്ട്, കാണാൻ നല്ല ക്യൂട്ടാണ്. ബട്ട് ഞാൻ ഇടാറൊന്നുമില്ല, അങ്ങനെ എടുത്ത് വെച്ചു. നെക്സ്റ്റ് വലിയ കമ്മലായതുകൊണ്ട് ഒരെണ്ണം ഒരു റോലും അതിൻ്റെ പെയർ ഞാൻ വേറെ റോയിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതാണ് സംഭവം. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്താ പറയുക ഹാക്ക് ആവുന്നതിനെക്കാട്ടി മുൻപ് എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഒരു 1000 സംതിങ് ഫോളോവേഴ്സ് ഉള്ള സമയത്ത് എനിക്ക് ഒരാൾ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുള്ള ഒരു ജുംക്കയാണ്. ഇതിൻ്റെ കൂടെ 2 വേറെ ഉണ്ടായിരുന്നു, അത് കാണുവാനില്ല. ഒരെണ്ണം ഉണ്ട് തോന്നുന്നു, 2 കൂടി വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ വട്ടം വരുന്ന വലുത് ഒരെണ്ണം ഉണ്ടായിരുന്നു. അല്ല, ഇതല്ല, ഇത് കൊളാബ് ചെയ്യാൻ വേണ്ടി അയച്ചതല്ല കേട്ടോ. കൊളാബ് ചെയ്യാൻ വേണ്ടി അയച്ചത് വേറെ ഉണ്ട്. ഇത് ഞാൻ നമ്മുടെ ആദ്യം ഞാൻ മീഷോന്ന് മേടിച്ച ഒരു ഇയറിങ്സ് ആണിത്. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ വിചാരിച്ചു ഇത്ര വലിപ്പമൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കണ്ടോ, വലിയ കമ്മല. നമുക്കിങ്ങനെ സാരിയുടെ കൂടെ ഉടുത്തിട്ട് പോകാം. കുറച്ചും കൂടി എനിക്ക് അന്നൊക്കെ കുറേ മുടി ഉണ്ടായിരുന്ന സമയത്ത് ഇടുമ്പോൾ കുറച്ചുകൂടി വൃത്തിയുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മുടിയുള്ളെങ്കിൽ കൂടി അഴിച്ചിടുമ്പോൾ ഇടാം നമുക്ക്. പക്ഷേ നല്ല രസമാണ്, ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം. അതിലിങ്ങനെ ഓറഞ്ചും എന്താ പറയുക പിങ്കും കളർ വരുന്ന സ്റ്റോൺസ് ആണുള്ളത്. ഇത് നമുക്ക് സാരിയുടെ ഒക്കെ കൂടെ ഉടുത്ത് കഴിഞ്ഞാൽ സാരി ഉടുക്കുമ്പോഴൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഞാൻ അധികം പുറത്തേക്കൊന്നും പോകുമ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. റീൽസിന് ഡാൻസിൻ്റെ വീഡിയോ എടുക്കാനും റീൽസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ 9th പഠിക്കുന്ന സമയത്ത് മീഷോന്ന് ഞാൻ ആദ്യം തൊട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ മേടിച്ചത് കമ്മലിങ്ങാണ് തോന്നുന്നുണ്ട്. ഈ സാധനമാണ് മേടിച്ചത്. ഫോട്ടോയിൽ ഞാൻ ഇത്രയും വലിപ്പം പ്രതീക്ഷിച്ചില്ല. വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് സ്റ്റഡ് കണ്ടോ, ഇത്ര ഒരു പ്ലേറ്റ് പോലെ ഉണ്ട്, പ്ലേറ്റും ഒരു ചട്ടിയും അതുപോലെ ഉണ്ട് ഇതിൻ്റെ വർക്ക് വരുന്നത്. സോ വലിയ കമ്മലാണിത്. ബട്ട് എനിക്കിഷ്ടമാണ്, ഞാൻ ഇടാറുണ്ട്, വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഇടാറുണ്ട്. ഇതാണെങ്കിൽ ഞാനിങ്ങനെ ഒരു റോയിൽ തന്നെ 2 വെക്കാൻ പറ്റാത്തതുകൊണ്ട് 2 റോയിലൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, 2 കോംബോ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അതിനിങ്ങനെ വലിയ വട്ടം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാത്ത പോലത്തെ ഒരു സംഭവമായിരുന്നു. അത് പൊട്ടിപ്പോയി, അപ്പോൾ ഞാനത് കളഞ്ഞു. പൊട്ടിയതെടുത്തേക്കുണ്ടല്ലോ, അപ്പോൾ കളഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ അടുത്ത് പോയിട്ട് മേടിച്ചതാണ്. കുന്നമംഗലത്ത് ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ. എനിക്ക് അവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായി. പക്ഷേ എന്താ പറയുക, ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ വേറെ പീസസ് നോക്കാനൊന്നും അധികം അവിടെ ഇല്ല, കളക്ഷൻസ് ഇല്ല. അവരവിടെ എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടോ അതുള്ളൂ. അതിലുപരി നമ്മൾ ഈ ചെരുപ്പിനൊക്കെ കണ്ടിട്ടില്ല, വേറെ സൈസ് അതുപോലെ ഒന്നും ഇല്ല. അത് കൂടി ഒരു പീസാണ് അവിടെ നിന്ന് കിട്ടുക. പക്ഷേ ഇതിൻ്റെ കുറേ ഞാൻ കണ്ടു കേട്ടോ. ഇതിൻ്റെ വേറെ കളർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കണ്ടു. ഇത് സിമ്പിളാണ്. ഞാനിപ്പോൾ അടുത്ത് ഒരു കല്യാണത്തിൻ്റെ ആങ്കറിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അതിന് പോകാൻ ആ ഫ്രോക്കിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു കമ്മലാണ്. റോസ് ഗോൾഡാണ് ഈ റിങ്, അടിയിലുള്ള ആ ചെയിൻ, പിന്നെ അതിൻ്റെ അടിയിലൊരു ബ്ലാക്ക് കളർ എന്താ പറയുക സ്റ്റോൺ പേളുണ്ട്. പിന്നെ ഒരു കണ്ട അതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവറാണ്, ക്ലേ കൊണ്ടുള്ള ക്ലേ ആണ്, എന്താണെന്നറിയില്ല. ഒരു ഫ്ലവർ കണ്ടില്ലേ, നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. ഈ റിങ് മാത്രമായിട്ട് നമുക്ക് ഇടാം. ഇതിങ്ങനെ ഊരിയിട്ട് റിങ് മാത്രമായിട്ട് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അത് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഊരിയെടുക്കാം.
പക്ഷേ അത് ഞാൻ ചെയ്യില്ല, ഞാൻ ചെയ്ത് അമ്മേനെ ഓടിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കമ്മൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് 100 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ബാക്കിയുള്ള എൻ്റെ റേറ്റ് ഒന്നും എനിക്ക് അറിയില്ല, ഓർമ്മയില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ പറയാണ്ടിരുന്നത്. ഇതിന് 100 സംതിങ്. ഇപ്പോൾ അടുത്ത് മേടിച്ചുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്ന് ഞാൻ ഈ ചുരിദാറിൻ്റെ കൂടെ ഇതിട്ടിട്ടാണ് പോയത്. ഇപ്പോൾ ഞാൻ ഊരി വെച്ചു, കണ്ടില്ലേ, ഇതിട്ടിട്ടാണ് പോയത്. നല്ല രസമുള്ള കമ്മലാട്ടോ. വൈറ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് കല്ലുള്ള പൂവുള്ളത് നോക്കി എടുത്തത്. വേറെ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എനിക്ക് വല്യമ്മ അവിടുത്തെ, എനിക്ക് തോന്നുന്നു അവിടെ എന്തായിരുന്നു പരിപാടി, നമ്മുടെ അവിടുത്തെ പൂരത്തിൻ്റെ ടൈമിലാണ് തോന്നുന്നുണ്ട്, തിരുവില്ലാമല പൂരത്തിൻ്റെ ടൈമിൽ വല്യമ്മ എനിക്ക് മേടിച്ചു തന്ന കമ്മലാണ്. ഞാൻ വലിയ കമ്മൽ ഇടുന്ന അറിയുന്നതുകൊണ്ട് വല്യമ്മ നോക്കി വല്യമ്മയ്ക്ക് ഇഷ്ടമായ ഒരു വലിയ കമ്മലാണ് എനിക്ക് എടുത്തുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതിൽ സ്റ്റോൺസ് ഉണ്ട് കണ്ടോ, ബ്ലാക്ക് മെറ്റലാണ്, അതുപോലെ ബ്ലാക്ക് കളർ സ്റ്റോൺസ് വരുന്നുണ്ട്, അടിയിലൊരു സിൽവർ കളർ പേൾസും കൂടിയിട്ടുള്ള ഒരു കമ്മലാണ്. ഇതിൻ്റെ റേറ്റ് ഒക്കെ അറിയില്ല, വലിയ മേടിച്ചു കൊടുക്കുന്നതല്ലേ. അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടമുള്ള കമ്മലാണ്, ഇട്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ, എനിക്കിഷ്ടം ഈ കമ്മൽ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കമ്മൽ. ഇനി അടുത്തത് ഞാൻ തന്നെ മേടിച്ച ഒരു കമ്മൽ കാണിച്ചത്. ഇത് ഞാൻ 10th ടൈമിൽ തന്നെ തോന്നുന്നുണ്ട്, എന്തിനാന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു ദാവണി സെറ്റ് എടുത്തിട്ടായിരുന്നു വിഷുവിൻ്റെ ടൈമിൽ തോന്നുന്നു. ഏതിനാന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ദാവണി സെറ്റ്, സിൽവറും ബ്ലാക്കും കൂടി എന്താ പറയുക ട്രെൻഡിൽ വന്ന ടൈമിൽ അമ്മ സെറ്റ് കൊണ്ട് എടുത്തപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഒരു ദാവണി സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ദാവണി സെറ്റിന് ഇടാൻ വേണ്ടി മേടിച്ച കമ്മലാണിത്. ഇതിന് റേറ്റ് എനിക്ക് ഓർമ്മയില്ല. ബ്ലാക്ക് കളർ, ഫുൾ ബ്ലാക്ക് കളറിൽ വരുന്നൊരു ജുംക്ക കണ്ടില്ലേ, പേൾസും എല്ലാം ബ്ലാക്കാണ്. പക്ഷേ നമ്മൾ ബ്ലാക്ക് കളർ, എനിക്ക് ആദ്യം കളർ ചെയ്ത കാരണം ചിലപ്പോൾ ഇതിട്ടാൽ കാണുമായിരിക്കും. ബ്ലാക്ക് കളർ മുടി ആയിരുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞ് ഞാൻ എടുത്ത് കാണിക്കില്ല, കാരണം ഇതിലൊന്നും ഹൈലൈറ്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. ഇതിൽ നിങ്ങൾ മുടി വേണമെങ്കിൽ വട്ടത്തിൽ കെട്ടി വെച്ചാൽ മാത്രം ഇത് കാണുള്ളൂ. കണ്ടോ, ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും കാണാനൊന്നും ഇല്ല, പുറത്തിറങ്ങിയാൽ മിക്കതും കാണുമായിരിക്കും, ഇത് കാണില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് ഈ ഇങ്ങനത്തെ ജുംക്കാതൊക്കെ, അത്യാവശ്യം നല്ല ജുംക്ക തന്നെയാണ്. ബ്ലാക്ക് ആയതുകൊണ്ടാണ്. ഇതിന് വേറെ കളർ ചെയ്തൊക്കെ ഉണ്ട്, ഈ മഞ്ഞ ഇടിവെട്ട് കളറൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇടിവെട്ട് കളർ കമ്മലുകൾ, ഓർണമെന്റ്സ് ഒന്നും ഇപ്പോൾ ചെട്ടിനാടിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ പുറത്തുനിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് ഒരു ഓറഞ്ച് കളറിന് പോലത്തെ ഒരു ഗോൾഡൻ കളറാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല അത്. എനിക്ക് അങ്ങനെ അത്ര കൂടെ ഹൈലൈറ്റ് എടുത്ത് കാണിക്കുന്നത് ഇഷ്ടമല്ല. അത് തീരെ കാണാണ്ടിരുന്ന് കഴിഞ്ഞാൽ മേടിച്ചതിന് കാര്യമില്ലാണ്ടായി പോകും. ഇത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ അന്ന് എടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ജുംക്കാസ്. എനിക്ക് ജുംക്കാസിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്തത് വരുന്നത്, ഇത് ഞാൻ മേടിച്ച കമ്മലല്ല, അമ്മ മേടിച്ച കമ്മലാണ്. അമ്മ ഏതോ ഒരു സാരിക്ക് വേണ്ടിയിട്ട് മേടിച്ച കമ്മലാണ്. ഇത് ഞാൻ ആദ്യം ഒരു കമ്മൽ കാണിച്ചിരുന്നില്ല, ഏറ്റവും ആദ്യം നമ്മൾ വലിയൊരു ഹാങ്ങിങ്സ് കാണിച്ചില്ലേ, ആ ഷോപ്പിൽ നിന്ന് അമ്മ മേടിച്ചതാണ്. നല്ല റേറ്റ് ഉണ്ട് ആ ഷോപ്പിൽ. മിക്ക പ്രോഡക്റ്റിനും നല്ല റേറ്റാണ്. ബട്ട് എല്ലാം നല്ല ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസാണ് ആ ഷോപ്പിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ അത് പോകാറ്. പക്ഷേ എനിക്ക് നല്ല റേറ്റ് ആണെന്ന് മാത്രം, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്ര റേറ്റുള്ള എന്താ പറയുക കമ്മലുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് അന്ന് അതെന്തോ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ എടുത്തു. അപ്പോൾ ഇതിൽ നന്നായി കാണില്ല നിങ്ങൾക്ക്. ഇതിൽ വരുന്നൊരു പീച്ച് കളറിലുള്ള എന്താ പറയുക സ്റ്റോൺ വർക്കാണ്. പിന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഗോൾഡൻ കളറിൽ കല്ല് വെച്ചിട്ടുണ്ട്. നല്ല കമ്മലാട്ടോ. ഞാൻ ഇത് വേറെ ഇട്ടിട്ടില്ല, ഇത് കാരണം ഇത് അമ്മയുടെ കമ്മലാണ്. ഇത് അമ്മ എപ്പോഴും പൊതിഞ്ഞ് വെക്കണമെന്ന് പറയും, കാരണം ഇതിൽ വേറെ കളർ വീഴാനോ അതിന് കളർ പോകാനൊന്നും നമുക്ക് ഇഷ്ടമല്ല, കാരണം അത്രയും റേറ്റ് ഉണ്ട് ഈ കമ്മലിന്, നല്ല റേറ്റ് ഉണ്ട്. അപ്പം അമ്മ എപ്പോഴും പറയും പൊതിഞ്ഞ് വെക്കണം. ഇനിയിപ്പോൾ ഈ ഓർഗനൈസർ മേടിച്ചുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടാണല്ലോ വെക്കുന്നത്. സിൽവർ മാത്രം ഞാൻ ചിലത് കൊള്ളാത്തത് കൊണ്ട് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കമ്മൽ വരുന്നത്. പിന്നെ വേറെ വീഡിയോ എടുക്കട്ടെ, ഞാൻ കുറേ പറഞ്ഞിരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, ബർത്ത്ഡേക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതൊരു ജുംക്ക. ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് ഞാൻ വേറെ എവിടെ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് വേഗം എടുത്ത് വെച്ചതാണ്. കണ്ടോ, ഇതിനിങ്ങനെ ഒരു ഇലയുടെ ഷേപ്പിലുള്ള എന്താ പറയുക സ്റ്റഡും പിന്നെ ജുംക്ക, സിമ്പിളായിട്ടുള്ള ജുംക്ക, ബ്ലാക്കും സിൽവറും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്ന ജുംക്കയാണിത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഇതിൻ്റെ കയ്യിൽ ഒരുപാട് കാലമായിട്ട് എൻ്റെ അമ്മ മേടിച്ച കമ്മല, എൻ്റെ അല്ലത്. എൻ്റെ അമ്മ ഇതുപോലെ വലിയ കമ്മലൊക്കെ തന്നെയാട്ടോ യൂസ് ചെയ്തിരുന്നത്. എങ്ങോട്ടേലും പോകുമ്പോൾ ഫംഗ്ഷൻസിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്നും ഇടാറില്ല, അല്ലെങ്കിൽ കമ്മലേ ഇടില്ല. എവിടെയും പോകുമ്പോൾ മാത്രമേ ഏതോ സാരിക്ക് വേണ്ടി ഏത് സാരിക്കാം ആ ബ്ലൗസിൽ ഇങ്ങനെ എല്ലാ ഷെയ്ഡും വരുന്നത്, ബ്ലൗസ് ആണോ ചുരിദാറാണോ ഓർമ്മയില്ല. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഒരു സിൽവറിൽ ഇങ്ങനെ കുറേ കളർ പേൾസ് വരുന്നത് കണ്ടില്ലേ, നല്ല രസമുള്ള കമ്മല. ഞാൻ ഇപ്പോൾ കൂടുതൽ ഇത് റീൽസ് ചെയ്യാനാണ് യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് കൂടുതലും വലിയ കമ്മലുകളാണ് ഭംഗി, ചെറിയ കമ്മലിനേക്കാൾ കൂടുതൽ ഭംഗി ഉണ്ടാവുക എന്താ പറയുക വലിയ കമ്മലാണ്. നാവ് നന്നായി വിളിക്കുന്നുണ്ട് വർത്താനം പറയുമ്പോൾ, ശ്രദ്ധിക്കണ്ടാട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കമ്മൽ. ഇതിൻ്റെ റേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ലിങ്കും കൂടി എനിക്ക് ഇടാനുള്ളതില്ല ഞാൻ, അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് പറയാത്തത്. ഇനി ഇതും വലിയമ്മ എനിക്ക് ആ കമ്മൽ ഇവിടെ നേരത്തെ നമ്മൾ കാണിച്ച കമ്മലിൻ്റെ കൂടെ മേടിച്ചതാണ്. ഇത് രണ്ടും ബ്ലാക്ക് മെറ്റിൽ തന്നെ വരുന്നത്, സിമ്പിളായിട്ടുള്ള ഒരു സംഭവം. ഇതിൽ ബ്ലാക്ക് മെറ്റലാണ്, അതുപോലെ ബ്ലാക്ക് കളറിലുള്ള സ്റ്റോൺസും ഉണ്ട്. ഇതിൻ്റെ കളറൊന്നും അങ്ങനെ പോവില്ല കേട്ടോ. ബ്ലാക്ക് മെറ്റൽ എടുക്കാനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ കളർ പോവില്ല, അതുകൊണ്ട് എനിക്ക് ഈ കമ്മൽ നല്ല ഇഷ്ടമാണ്. ഞാൻ അധികം യൂസ് ചെയ്യാത്ത കമ്മലാണ് കേട്ടോ. ഇതിന് യൂസ് ചെയ്യാത്ത കമ്മലാണ്, പക്ഷേ ഇതിനൊന്നും ബട്ടൺസ് കാണാനില്ല. വേറെ ഇതിന് കമ്മലിൽ കാണാണ്ടാവുമ്പോൾ നമ്മൾ പുതിയതിൻ്റെ ഒക്കെ എടുത്ത് ഇടുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും ബട്ടൺസ് ഇല്ല. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കമ്മൽ. ഇനി ഇതാണ് ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലാണ്.
ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. മീഷോന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ എനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ തപ്പിയിട്ട് ഇടുന്നതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മലാണ്. ഇപ്പോൾ ഞാൻ ബ്ലാക്ക് കളറുള്ള സാരിയിലൊക്കെ കൂടെ ഇപ്പോൾ ഇടുന്നൊരു ചുമക്കയാണ്. എനിക്ക് കൂടുതൽ ജുംക്കാസാണ് ഇഷ്ടം. ഇതിൽ ഗോൾഡൻ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഉദിച്ച് നിൽക്കുന്ന ഗോൾഡൻ ഒന്നുമല്ല, ഒരു ബ്ലാക്ക് കളറ് മിക്സ് ആയിട്ടുള്ളൊരു സംഭവം. അതിൻ്റെ അടിയിൽ ബ്ലാക്ക് പേൾസ് ഉണ്ട്, ഇവിടെയും ഉണ്ട്. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇടാൻ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ കാതിന് തീരെ തട്ടില്ലാത്തത് കൊണ്ട് ഇതിട്ട് ഇങ്ങനെ നിൽക്കും. കുഞ്ഞൊരു എന്താ പറയുക തട്ടാണ്. അതുകൊണ്ട് സ്റ്റഡ് ഇടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, ഇങ്ങോട്ട് ഇടയിൽ ഏതൊരു ഇടയിൽ ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല, നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്താണ്, ഓർമ്മയില്ല. 1 വർഷമായിട്ടുണ്ടാവും മേടിച്ചിട്ട്. നെക്സ്റ്റ് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി മൈ ഫേവറേറ്റ് എന്നൊക്കെ പറയാം. കാരണം ഞാൻ ഈ ഓണത്തിന് എന്താ പറയുക, ഓണത്തിൻ്റെ അന്ന് പട്ടുപാവാടയുടെ കൂടെ ഇടാൻ വേണ്ടി മേടിച്ചതാണ്. ഞാൻ കോളേജിൽ സെലിബ്രേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓണത്തിൻ്റെ അന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ ഞാൻ മറ്റേ വെള്ള കളറിൽ പൂവുള്ള കമ്മലിൻ്റെ കൂടെ ഞാൻ കുന്നംകുളം സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ജുംക്കയാണ് കേട്ടോ, നല്ല രസമുണ്ട്. വലിയ കൊട്ടയാണ്, നല്ല അത്ര വെയിറ്റ് ഒന്നും ഇല്ലാത്ത കൊട്ട. എല്ലാവരും ഇങ്ങനെ കമ്മൽ കാണുമ്പോൾ ചോദിക്കും നല്ല വെയിറ്റ് ഇല്ലേ, കാത് വേദനിക്കില്ലേന്ന്. എനിക്കങ്ങനെ വെയിറ്റ് തോന്നിയില്ല, തീരെ വെയിറ്റ് ഇല്ലാത്ത, അധികം എന്നുവെച്ചാൽ തീരെ എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാത്ത വെയിറ്റ് ഒക്കെ ഉള്ളൊരു കമ്മൽ. അതിൻ്റെ അടിയിൽ കണ്ടോ, ഈ സ്റ്റഡിൻ്റെ അടിയിൽ. ഇതിലെനിക്ക് ഇഷ്ടമാവാത്ത കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ സ്റ്റഡ് വരുമ്പോൾ ഈ സ്റ്റഡ് കുറച്ച് നടുക്കിലാണെങ്കിൽ കുറച്ചിങ്ങനെ കയറി നിൽക്കും. ഞാൻ പറഞ്ഞില്ല എൻ്റെ തട്ട് ചെറുതാണ്, അപ്പോൾ ഇത് ഇങ്ങനെ നടുക്കിലാണെങ്കിൽ ഇങ്ങനെ നിൽക്കും. ഇത് വരുന്നത് ഏറ്റവും ടോപ്പിലാണ്, ഈ ടിപ്പിലായിട്ടാണ് ഇതിൻ്റെ സ്റ്റഡിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ അതിങ്ങനെ നിൽക്കുമ്പോൾ ഇവിടേക്കൊന്നുമില്ല, ഇവിടുന്നാണ് നിൽക്കുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ബാക്കിയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണ് ഈ ഒരു കമ്മൽ. നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അടുത്തത് അമ്മ ഏതോ സാരിക്ക് മേടിച്ചാണ്. അമ്മയുടെ കമ്മലൊക്കെ അടിപൊളി കമ്മലുകൾ. അമ്മ നല്ല വെറൈറ്റി ഐറ്റംസ് മാത്രമേ എടുക്കാറുള്ളൂ. എനിക്ക് ഇഷ്ടം അമ്മയുടെ കമ്മലുകളൊക്കെ. ഞാൻ അതുകൊണ്ട് ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഗൈസ്. എന്നേക്കാൾ കൂടുതൽ കമ്മലൊക്കെ എന്താ പറയുക പർച്ചേസ് ചെയ്യാനുള്ള കഴിവ് എൻ്റെ അമ്മയ്ക്കാണ്. എനിക്ക് കുറവാന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഞാൻ കമ്മലെടുക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഓരോ കമ്മലെടുത്ത് വാട്സപ്പ് ചെയ്യും. കാരണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അമ്മ വേറെ എന്തെങ്കിലും പറയും കമ്മലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഓൾറെഡി ഫോട്ടോ എടുത്തിട്ട് ഞാനിങ്ങനെ അയച്ചു കൊടുക്കും, ഇത് ശരിയാണോ ഇത് ശരിയാണോ. അപ്പോൾ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടതെടുത്തോ. പക്ഷെ ഇവിടെ വന്നെങ്കിൽ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ മിക്കതും അയച്ചു കൊടുത്ത് അത്രയും എന്താ പറയുക ഉറപ്പായ മാത്രം ഞാൻ മേടിക്കുള്ളൂ. ഇത് അമ്മയുടെ കമ്മലാണ്, എനിക്കിഷ്ടമാണിത്. ചില ഉദിച്ച് നിൽക്കുന്ന ഗോൾഡൻ അല്ല, ബ്ലാക്ക് കളർന്നിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് മെറ്റാലിക് വരുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള കമ്മലാണ്. ഇതിനെ ഞങ്ങൾ വെഞ്ചാമരം എന്നാ പറയാം. കണ്ടോ, ഇതിങ്ങനെ വിടർന്ന് നിൽക്കുന്ന നല്ല രസമുള്ള കമ്മലാണിത്. മൾട്ടി കളർ ഉണ്ട്, നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. അപ്പോൾ ഫംഗ്ഷൻസിന് നമ്മൾ ഗോൾഡൻ മിക്സ് ആവുന്ന ഡ്രസ്സിങ്ങിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ അടുത്തത്. ഇനി കാണിക്കാൻ പോകുന്നത് ഞാൻ കൂടുതലും എന്താ പറയുക ഗോൾഡൻ കളർ മിക്സ് ആവുന്ന ഇതിൽ കുർത്താസിൻ്റെ ഒക്കെ കൂടെ അല്ലെങ്കിലും എന്താ പറയുക ഇടാൻ ഇഷ്ടമുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ജുംക്കയാണ്. ഇത് ഞങ്ങൾ മേടിച്ചത് ഈ കമ്മലിൻ്റെ ഒക്കെ കൂടെ മേടിച്ചതാണ്. കുറേ വർഷമായി, പക്ഷേ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആയിട്ടില്ല. ചിലപ്പോൾ ഈ നമ്മുടെ ഈ കമ്പി ഉണ്ടല്ലോ, നമ്മൾ കൊളുത്തിരുന്ന കമ്പി, അതിൽ വേണമെങ്കിൽ ഫെയ്ഡ് ആയിട്ടുണ്ടാവും കൂടിയിട്ട്. കൊട്ടയ്ക്ക് ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ ആ സ്റ്റോറിൽ നല്ല പ്രൈസ് ആണെങ്കിൽ കൂടിയിട്ട് ആ പ്രൈസിനനുസരിച്ചിട്ട് അതിന് ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ കളർ ഫെയ്ഡ് ആവില്ല, കുറേ കാലം ഇട്ട് നിൽക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുന്ന് മേടിക്കാനായിട്ട്. റേറ്റ് കൂട്ടിയിരുന്ന കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാമല്ലോ. നമ്മൾ ഏറ്റവും റേറ്റ് കുറഞ്ഞത് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഇല്ല. എനിക്ക് മേടിച്ച് കൊടുത്താൽ അന്ന് തന്നെ എൻ്റെ സ്റ്റഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കാലമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ജുംക്കയാണ്. ഇനി അടുത്തത് കഴിയാനായി, നമ്മുടെ കമ്മൽ കളക്ഷൻസ് കഴിയാനായി ഗൈസ്. ഇത് ഞാൻ എപ്പോഴാണ് മേടിച്ചാൽ ഇത് 1-2 വർഷം ആവാനായി. ഇത് ഞാൻ ഗുരുവായൂരുള്ള പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ഒരു റിംഗ് ടൈപ്പ് കണ്ടില്ലേ, റിങ്ങാണ്, ഫുള്ള് റിങ്ങാണ്, നല്ല ക്വാളിറ്റി ഐറ്റം തന്നെ. ഇതിനൊരു 100ൻ്റെ അടുത്തേ ഉള്ളൂ, 80-90 തോന്നുന്നു, എനിക്ക് ഓർമ്മയിൽ അതുള്ളൂ. ഇതാ ഗോൾഡൻ കളറ് കണ്ട ഗൈസ്, ഒരു പ്രത്യേകതരം വർക്ക്. മറ്റേ യന്ത്രൂഞ്ഞാലൊക്കെ ഇല്ല, അതുപോലെ ഉണ്ട് കാണാൻ. നല്ല രസമാണ് കേട്ടോ. എനിക്കിങ്ങനെ മുടി അഴിച്ചിടുമ്പോൾ എടുത്ത് കാണണം, അങ്ങനത്തെ കമ്മലാണ് ഇഷ്ടം. ഇത് റിങ്ങാണ്, എന്നാൽ ഇത് നല്ല രസമുള്ളൊരു വെറൈറ്റി ഐറ്റം. പിന്നെ വരുന്നത് ഒരു ജുംക്കയാണ്. ഇതാണ് നമ്മുടെ ജുംക്ക. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഓണത്തിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കമ്മലാണ്. എൻ്റെ അറിവിൽ സത്യം പറഞ്ഞത് എടുത്തിട്ട എന്തെങ്കിലും കമൻറ്റ് അടിക്കും. നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കമ്മലാണ്. പക്ഷേ എനിക്ക് എന്തോ ഈ കമ്മൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അടിയിലത്തെ ഗോൾഡൻ ഭയങ്കര ഗോൾഡൻ ആണ്, അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ഇതിലിങ്ങനെ ബ്ലാക്ക് കളർ സ്റ്റോൺസ് ആണ് വരുന്നത് ഗോൾഡനിൽ. അപ്പോൾ അടിയിലത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഈ കാണുന്ന അടിയിൽ കാണുന്ന സാധനം. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. വേണ്ട, ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കമ്മലായിട്ട് മാത്രം. അതിന് ശേഷം ആ കമ്മൽ മേടിച്ചതിന് ശേഷമാണ് ഞാൻ ഏത് കമ്മൽ മേടിക്കാൻ പോയാലും അതങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അതിനെ വിശദീകരിച്ചിട്ട് ഞാൻ കമ്മൽ മേടിക്കാറുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കൊളാബ് ചെയ്ത്. ഇതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ 2 കൂടി ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ എൻ്റെ കയ്യിൽ അതിൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇതാണ് നമുക്ക് കൊളാബ് ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഇൻസ്റ്റയിൽ കിട്ടിയ കൊളാബ് എന്ന് പറയുന്നത് ഇതാണ്.
നല്ല കളക്ഷൻസ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മൽ തന്നെ. ഇതൊന്നും പുറത്തേക്ക് പോകുമ്പോൾ ഇതുവരെ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഞാനിങ്ങനെ റീൽസും വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന കമ്മലാണ്. അത് കഴിഞ്ഞു ഗൈസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ലാസ്റ്റ് കമ്മൽ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് അവസാനിപ്പിക്കും. നമ്മൾ ഹെവിയിൽ നിന്ന് തുടങ്ങി നമ്മൾ ഹെവി കമ്മലിൽ നിന്ന് തുടങ്ങിയിട്ട് ലാസ്റ്റ് നമ്മൾ സിമ്പിൾ കമ്മലിൽ അവസാനിപ്പിക്കാൻ പോകുന്ന നമ്മുടെ വീഡിയോ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇങ്ങനൊരു ജുംക്ക. കണ്ട, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ മേടിച്ച ജുംക്കേ അല്ല. ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഈ കമ്മലുണ്ടല്ലോ, വണ്ടി പോയി. അതെ, വേറെ എന്താ പറയുന്ന, ഈ കമ്മലിൻ്റെ കൂടെ നമ്മൾ മേടിച്ച കമ്മലിൻ്റെ അടിയിലുള്ള ഈ ഐറ്റാണിത്. ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ എന്താ പറയുക, ഈ മുത്തും അവിടെയൊക്കെ പോയപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് ഈ ഹാങ്ങിങ്ങും അതുപോലെ അടിയിൽ കാണുന്ന ഈ ജുംക്കയും കൂടിയിട്ട് ഫിക്സ് ചെയ്ത സംഭവമാണിത്. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ജുംക്ക കിട്ടിയില്ലേ. അതാണ് എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് കഴിച്ചു. ഇതാണ് നമ്മൾ മേടിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് തന്നതോ ഒന്നുമല്ല. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മറ്റേ സാധനം റിമൂവ് ചെയ്തിട്ട് അന്ന് എൻ്റെ കയ്യിൽ പ്ലക്കർ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ പ്ലക്കർ വെച്ചിട്ടൊക്കെ ഞാൻ പ്ലക്കറിൻ്റെ കഥ പറയാതിരിക്കും നല്ലത്. മറ്റേ പേപ്പർ കമ്മൽ എന്താ പറയുക, ഇറങ്ങിയ സമയത്ത് അത് ട്രെൻഡായ സമയത്ത് എന്ന് പറയുമ്പോൾ ഞാൻ എത്രയില്ല, ഒരു 4-5 തോന്നുന്നു. 5 പഠിക്കുന്ന സമയത്താണ് പേപ്പർ കമ്മലിൻ്റെ ഒക്കെ ഒരു സംഭവം വന്നത്. അപ്പോൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ പ്ലക്കറാണ്. ആ പ്ലക്കർ വെച്ചിട്ട് അന്ന് കമ്മൽ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചത് കൊണ്ട് ഈ സാധനമൊക്കെ ഫിറ്റ് ചെയ്യാൻ എനിക്ക് അറിയായിരുന്നു. അപ്പോൾ ഞാൻ അതിപ്പോൾ ആരും പഠിച്ചില്ലെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ കുഞ്ഞൊരു ജുംക്ക ഉണ്ടാക്കി. ഞാൻ ഇടയ്ക്ക് ചില കുർത്താസിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ട്. ഒരു ചിക്കൻ കറി ഉണ്ടല്ലോ ഇപ്പോൾ മീഷോ എന്ന് ഭയങ്കര ട്രെൻഡായിട്ടുള്ള ചിക്കൻ കറി ബ്ലാക്ക്, അതിൻ്റെ കൂടെ ഇടുന്നതാണ് കൂടുതലും ഈ ഒരു ജുംക്ക. സോ ദിസ് ഈസ് ദ സിമ്പിൾ ജുംക്ക. എല്ലാം വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലുള്ളത്. ഞാനിങ്ങനെ എല്ലാം പോയിട്ട് ഇങ്ങനെ കമ്മൽ എപ്പോഴും പോയിട്ട് മേടിക്കുന്ന ഒരാളൊന്നുമല്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി നമുക്കൊരു കമ്മൽ ഇഷ്ടപ്പെട്ട് വേണമെങ്കിൽ മേടിക്കാം. ബട്ട് ഞാനങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ഇതുപോലെ ആയിരിക്കും, ഞാനിങ്ങനെ എടുത്ത് വയ്ക്കലുണ്ടാവുള്ളൂ, ഇടാറില്ല. അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ അറിയാവുന്നത് കൊണ്ട് ഞാനങ്ങനെ കമ്മലൊന്നും അധികം മേടിക്കുന്ന ഒരാളല്ല. ഉള്ള കമ്മൽ വെച്ചിട്ട് തന്നെ ഞാൻ പെയർ ചെയ്യും. അമ്മയാണ് പിന്നെയും പുതിയ കമ്മൽ മേടിക്കണം, അതിനൊരു കമ്മൽ മേടിക്കണം, ഇതിന് ഈ കമ്മൽ മേടിക്കണം, ഈ കളർ മിക്സ് ആവണം, ആ കളർ മാച്ച് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയാണ് എന്നെ ഉദിത്തള്ളി വീഡിയോ കമ്മൽ മേടിക്കാൻ. അല്ലെങ്കിൽ എനിക്ക് കമ്മൽ മേടിക്കാനും ഇഷ്ടം. വെറുതെ എന്തിനാ പൈസ കളഞ്ഞിട്ട് ഞാനിത് കുറേ ഇങ്ങനെ എടുത്ത് വെക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓർഗനൈസർ അടിപൊളിയാണ്. ഇതിൽ നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവില്ല, മെസ്സി ആയിട്ട് ഇരിക്കില്ല, എന്നാൽ കളർ പോവില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ഓർഗനൈസർ ഭയങ്കര യൂസ്ഫുൾ ആണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം വന്ന വഴിക്കാൻ ഇതിൽ അഴിച്ചേക്കും എടുത്തിടും ആവശ്യമുള്ളപ്പോൾ. അത് നമ്മൾ എൻ്റെ കയ്യിലുള്ള ബോക്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വട്ടി വെള്ളം കുടിക്കില്ല. അതുപോലെ എല്ലാം കൂടി മിക്സ് ആയിട്ട് നമ്മൾ ഒരു കമ്മൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതെടുത്തൊരു ഏറാം. ഇത് നമുക്ക് പെയറിങ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു കമ്മൽ ഒന്നിലാണെങ്കിൽ വേറൊരു കമ്മൽ അപ്പുറത്തുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റേതങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ ആക്കി കൂട്ടി ഒരു വൃത്തിയിലാണ്ടാക്കി വയ്ക്കും. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ കളക്ഷൻസ് ഇത്രേ ഉള്ളൂ. ഞാൻ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ആയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മൽ കളക്ഷൻസ്. ഒരുപാടൊന്നുമില്ല, ഉള്ളത് ഞാൻ കാണിച്ചുള്ളത് കൊണ്ട് ഓണം പോലെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇടുന്നത് കമ്മലാണ് കേട്ടോ. ഈ സാധനം, ഈ സ്റ്റഡാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും മാത്രം അല്ലെങ്കിൽ റീൽസ് എടുക്കുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്ന ഐറ്റംസാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കമ്മലുകൾ 3 തന്നെ എനിക്ക് ഓൺലൈനിൽ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഓർഗനൈസറിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ ഈ ഓർഗനൈസറും ഇതൊക്കെ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഗനൈസർ മേടിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും കേട്ടോ. കാരണം പക്ഷേ എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ലിപ്സ്റ്റിക് കളക്ഷൻ ആരും എനിക്ക് ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസിൻ്റെ വീഡിയോ ചെയ്യുമെന്ന്. പക്ഷേ അതിന് മാത്രം എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക്സ് ഇല്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അണ്ടർ ആം ഡാർക്ക്നെസ് റിമൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോയെന്ന്. അതിനെക്കുറിച്ച് വ്യക്തമായി ഞാൻ എന്താ പറയുക പഠിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യാം. ഞാൻ വെറുതെ വായൽ ഇതിട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഒരു കാര്യം അതിൻ്റെ ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു കണ്ടന്റ് ആണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയുക നമ്മൾ അന്വേഷിച്ച് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ മാത്രമല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വായതൊന്നും വിളിച്ച് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും അതുപോലെ ഞാൻ വീഡിയോയിൽ എന്തെങ്കിലും ചെയ്യണോ, കുറയ്ക്കണോ, കൂട്ടണോ, എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.